ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അപ്പോൾ അതാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് വീട്ടിൽ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഈ മതിലുണ്ടോ, ഈ മതിലിൻ്റെ മണ്ട ഇത് കണക്ക് ഗ്രില്ലുണ്ടായിരുന്നു. ആ ഗ്രില്ല് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ അളവിന് നമ്മൾ ഗ്ലാസ് വെച്ച് ഒരു അക്വേറിയം പണിയിപ്പിച്ചിരിക്കുകയാണ്. ഇത് മൊത്തം സെറ്റ് ചെയ്തെടുത്തത് ഞാനാണ്. ഈ അക്വേറിയം മാത്രമാണ് നമ്മൾ കടയിൽ കൊടുത്ത് പണിയിപ്പിച്ചത്, ഈ ഗ്ലാസ് മാത്രം ആക്ച്വലി. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അടുത്തോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനെല്ലാം പറഞ്ഞു തരാം. ഇത് കണ്ടോ, ഈ അറ്റത്ത് ഇവിടെ ലാവാ റോക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മണ്ടേ മണി പ്ലാന്റും പിന്നെ അതിൻ്റെ മണ്ടേ ഒരു ടോപ്പ് ഫിൽറ്ററാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഫിൽട്രേഷന് വേണ്ടി. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അതാണ്ട് ഇവിടെ സ്പോഞ്ച് ഉണ്ട്. ഈ സ്പോഞ്ച് ഇതിൻ്റെ അടിയിലും വേറൊരു സ്പോഞ്ച് ഉണ്ട്. അപ്പം വെള്ളം നമ്മൾ ടാങ്കിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ സ്പോഞ്ച് വഴി ഫിൽട്രേഷൻ നടന്നിട്ട് നേരെ തിരിച്ച് ടാങ്കിലേക്ക് തന്നെ അത് ഇവിടെ റിലീസായി പോകുന്നുണ്ട്. അപ്പം ഫിൽട്രേഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വാട്ടർഫോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ടാങ്കിൽ നിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വലിച്ചെടുത്തിട്ട് വെള്ളം ഇതിലേക്കൂടെ പോകും. ഇത് റീസൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചാണ് ഈ വാട്ടർഫോൾ. ജസ്റ്റ് ഒരു കല്ലിൻ്റെ സപ്പോർട്ടിൽ നമ്മളിങ്ങനെ തടിയും ഡ്രിഫ്റ്റ് വുഡും എല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ് ആ വാട്ടർഫോൾ. പിന്നെ നടുക്കോട്ട് വരുമ്പോൾ ഒരു ബുദ്ധൻ്റെ പ്രതിമ ഇവിടെ ഒരു ഡെക്കറേഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിലോട്ട് വരുമ്പം ഇത് കണ്ടു, ഇത് നോർമൽ സ്റ്റോണാണ്, ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി തന്നെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ അടിയിൽ നമ്മൾ കുറച്ച് സബ്സ്ട്രേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മണ്ണ് അക്വേറിയം സോയിലും വെച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമ്മളിത് ഈ ചെങ്കല്ലുണ്ടോ, ചെങ്കല്ല് വെച്ചിട്ട് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു മൗണ്ടൻ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഡ്രിഫ്റ്റ് വുഡും പ്ലാന്റ്സും പിന്നെ സൈഡിലോട്ട് അക്വേറിയം പ്ലാന്റ്സ് എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ടാങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലങ്ങനെ വലിയ മീനൊന്നും നമുക്ക് ഇടാൻ കഴിയില്ല. ജസ്റ്റ് പ്ലാന്റഡ് ടാങ്ക്സ് ഇടുന്ന മോളീസും പിന്നെ ടെട്രയും അതുപോലെ തന്നെ ഷ്രിമ്പും ഒക്കെ കിടപ്പുണ്ട് സൈഡിൽ. ഷ്രിമ്പിനെ കാണിച്ചു തരാൻ പറ്റത്തില്ല, എവിടെ ഒളിച്ചിരിക്കുകയാണ്, എപ്പോഴും അതിനെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടാങ്ക്. ഇനി ഇതിൻ്റെ ബാക്കിലും വേറൊരു ടാങ്ക് ഉണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ രണ്ടാമത്തെ ടാങ്ക്. ഇത് ജസ്റ്റ് ഞാൻ ഓസ്കാറിനെ ഇടാൻ വേണ്ടി സെറ്റ് ചെയ്തൊരു ടാങ്കാണ്. ഇവിടെ നടുക്ക് ഇങ്ങനെ ഒരു ബുദ്ധൻ്റെ പ്രതിമയും ഒരു അക്യോട്ടിക് പ്ലാന്റും ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ചട്ടി, ഒരു ഡെക്കറേഷനും. പിന്നെ ഇതാണ് നമ്മുടെ ടാങ്കിലെ ഫിൽട്രേഷൻ. അപ്പോൾ ഇതിൽ കിടക്കുന്ന 3 ഫയർ ഡോസ്കസ് ആണ്. 2 വളരെ ചെറുതാണ്, 3ാമത്തെ കുറച്ച് വലുതാണ്. അയ്യോ, അനങ്ങത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നുള്ളൂ, അതാണ് കുറച്ച് അനങ്ങാൻ പാട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളെ ഈ അക്വേറിയം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇതിലേക്ക് ഇനി നമ്മൾ ഫിഷസിനെ ആഡ് ചെയ്യും, അത് നമുക്ക് ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഇടാം. അപ്പം പുതിയ വീഡിയോ വരുന്നതായിട്ട് ബൈ.